ഒരു വ്യൂവർ ഉണ്ടല്ലോ, സംബഡി ഈസ് വാച്ചിങ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കാണുന്ന ആ ഒരാളാണ് നമ്മുടെ ആദ്യത്തെ വ്യൂവർ. ഓക്കെ, ഹായ്. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ മൈക്കും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്. മൈക്ക് ഓഡിയോ ക്ലിയർ അല്ല അല്ലേ? ആദ്യം ആയതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് കൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. ഒരു മിനിറ്റ്, പോർട്രേറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, സ്റ്റുഡിയോ ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, നല്ല ക്ലാരിറ്റി ഉണ്ട്, കുഴപ്പമില്ല. ലൈറ്റിംഗ് വലിയ സീനില്ല അല്ലേ? വലിയ സീനില്ലാത്ത ലൈറ്റിംഗ് ഉണ്ട്. ഓക്കെ, സോ നൈസ്. സോ വെൽക്കം ടു മൈ ഫസ്റ്റ് ലൈവ് സ്ട്രീം. ഓക്കെ, ഇപ്പൊ കാണുന്നത് നിങ്ങളാണ് എൻ്റെ ആദ്യത്തെ വ്യൂവർ. ആദ്യത്തെ രണ്ടാമത്തെ വ്യൂവർ പോയിട്ട് വന്നതെന്ന് തോന്നുന്നു. സോ എനിക്ക് തോന്നുന്നു മൈക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഹലോ ഹലോ ഹലോ, എൻ്റെ എക്സ്റ്റേണൽ മൈക്കിൽ തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യട്ടെ. സോറി. എക്സ്റ്റേണൽ ഇൻപുട്ട്, യെസ്, എക്സ്റ്റേണലാണ്. ഓക്കെ. സോ കാര്യത്തിലേക്ക് കടക്കാം. സോ എന്തിനാണ് ഈ സ്ട്രീം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ യൂഷ്വലി സ്ഥിരമായിട്ട് ഇടുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. പക്ഷേ കുറേ കാലമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഇടുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇതിൽ ചെയ്യാനായിട്ട്. പക്ഷേ സ്ട്രീമിങ്ങിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭയങ്കര റെലവൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്ട്രീമിങ്ങിലാണ് കുറച്ചും കൂടി ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാന്ന് തോന്നുന്നു. എനിക്ക് ഇൻറ്റൻസീവ് എഡിറ്റും ഇതൊക്കെ കഴിഞ്ഞൊരു ഫേക്ക് ഫേസ് ആയിരിക്കും വരിക. ഫേക്ക് ഫേസ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിൽറ്റേർഡ്, ഭയങ്കര പ്രോസസ്ഡ് സാധനമായിരിക്കും വരിക. പക്ഷെ അതിന് പകരം എന്താ പറയുക, നമ്മൾ സ്ട്രീം ചെയ്യുമ്പോൾ കട്ടില്ല, ഒന്നുമില്ല, ഇറ്റ്സ് ഫുൾ ലൈവ്. അപ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം ലൈവ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ റോ ലൈവായിട്ടുള്ള സംഭവം കിട്ടണം. ഓക്കെ, സോ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ ഒട്ടുമിക്കവും ചെയ്യുന്നത് മെഡിക്കൽ റിലേറ്റഡ് കണ്ടൻസ് ആയിരിക്കും. അതിൽ ആൾക്കാർക്ക്, ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് മെഡിക്കൽ കണ്ടൻസ്, ഫിറ്റ്നസ് കണ്ടൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ എന്തിനാണ് ഈ സ്ട്രീം എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ അതിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ആരെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? ഞാനൊരു ഉദാഹരണം ചോദിക്കുകയാണ്. സോ നമ്മളോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക പേർക്കും അറിയുണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ആരും ചെയ്യില്ല, ഒട്ടുമിക്ക പേരും ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് അല്ലേ? സോ അതേപോലെ നമ്മളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ഭയങ്കര മടിയാണ്. നല്ല നല്ല ക്ലീൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞാലും നമുക്ക് മടിയാണ്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലത്തിന് ഇപ്പം എനിക്കും ഈ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ട്. ഓക്കെ, ഞാൻ ഭയങ്കര എപ്പോഴും സൂപ്പർ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സ്ട്രീം ചെയ്യാം. ഡെയിലി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് സ്ട്രീം ചെയ്യാം. സ്ട്രീം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇതായിരിക്കും. എന്താ, ഐദർ നമ്മൾ പഠിക്കുന്നൊരു സെഷൻ ആയിരിക്കും, നമ്മൾ നിർത്താതെ ഒരു 1 hour സംതിങ് നമ്മൾ നിർത്താതെ പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നൊരു സെഷൻ ആയിരിക്കും. സോ നിങ്ങൾക്കും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. ഇവിടെ തന്നെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സ്ട്രീം കാണുന്ന ആള് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എൻ്റെ കൂടെ അത് ഫോളോ അലോങ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫും ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. സോ അതാണ് എൻ്റെ ഉദ്ദേശം.
എൻ്റെ ജീവിതവും ബെറ്റർ ആവുക, ഈ കാണുന്ന നിങ്ങളുടെ ജീവിതവും ബെറ്റർ ആവുക. ഓക്കെ, അല്ലാതെ വെറുതെ ഇഷ്ടംപോലെ സ്ട്രീമുകളുണ്ട് നിങ്ങൾ കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പൊടിച്ച് കളയുന്ന. പക്ഷേ ഇങ്ങനത്തെ സ്ട്രീമുകൾ വേണ്ടേ ആൾക്കാർക്ക് ഉപകാരമുള്ള, അതേപോലെ എനിക്കും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സ്ട്രീമിങ്. സോ നിങ്ങൾ ഈ കാണുന്ന വ്യക്തി ആരാന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ആൾക്കാർ നിങ്ങൾക്ക് ജീവിതത്തിൽ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ചാറ്റിൽ പറയാം, കമൻറ്റ് ചെയ്യാം. സോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമുക്ക് 8 മണിക്ക്, ഓക്കെ, 8 അല്ലെങ്കിൽ 9 മണിക്ക് നമുക്ക് കാണാം. ഓക്കെ, സോ ബൈ ബൈ.